ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. Glory to God. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. Hallelujah. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നല്ല നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. I greet you all in the good name of Jesus Christ. At last we moved completely from Tampa to here. അവസാനം ഞങ്ങൾ ടാമ്പയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. മൂവിങ്ങിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ കരങ്ങളുടെ വലിയ ശ്രേഷ്ഠത കാണുവാനിടയായി. I was able to see the mighty hand of God, for the moving of our things from Tampa. കർത്താവിൻ്റെ ദാസൻ പ്രിയ സന്തോഷ് പാസ്റ്ററെ, അതേപോലെ സാം സക്രിയ, റേജു ബ്രദർ തുടങ്ങിയ എല്ലാവരെയും കർത്താവിലുള്ള അഗാധമായ നന്ദി അറിയിക്കുന്നു. I express my heartfelt gratitude to Pastor Santosh Therian, Brother Reju and Pastor Sam Skaria. ന്യൂയോർക്ക് പട്ടണം ഒരിക്കൽ പോലും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതല്ല. കർത്താവ് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ചെന്ന ഉടനെ അവിടെയുള്ള ചില ദൈവസഭകളിൽ ശുശ്രൂഷിച്ചുടനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ലൊരു ദൈവദാസനാണ് വന്നിരിക്കുന്നത്, ഇവിടെ തന്നെ നിന്നാട്ടെ എന്ന് എന്നോട് പറഞ്ഞിരുന്നു. And New York City was never part. New York was never part of my imagination. When I went to minister in some of the New York cities, they said, Pastor, please continue to stay in this place. എന്നാൽ കർത്താവ് നേരെ ഒരു ഗസാ ദേശത്തേക്ക് എന്നെ പറഞ്ഞു വിടുകയായിരുന്നു. But God has led me to a Gaza place. ആമേൻ. ഹല്ലേലൂയ. Amen. ദൈവത്തിന് സ്തോത്രം. Amen. അവിടെ പ്രിയ എബിൻ അലക്സിൻ്റെയും ഷെർലിയുടെയും ഭവനത്തിൽ 2 ആഴ്ചയിലേറെ താമസിക്കുന്നു. We have been staying with Pastor Ebin Alex and family for more than 2 weeks. അവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിലുള്ള നന്ദി അറിയിക്കുന്നു. I praise God for that family and I express my thanks to that family as well. അനേക വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ പ്രീവിയസ് കൊളീഗ് പ്രിയ സാബുവിനെ കാണുവാനിടയായത്. അന്ന് ടെക്നോ പാർക്കിലെ ഉള്ളപ്പോൾ ജീനയും സാബുവിനെയും കല്യാണം കഴിപ്പിച്ച് വിട്ടതാ. പിന്നെ 3 മക്കളുമായി ആലയത്തിൽ കാണുന്നത് എത്രയോ സന്തോഷകരമാണ്. And it is after several years that I have been able to meet again with the brother Sabu, who was my colleague in Techno Park. I was able to arrange their marriage or attend their marriage at that time. But now I'm seeing them as a family of 3 kids. Yeah. പ്രിയ മിനി സിസ്റ്ററെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും വളരെ അനുഗ്രഹീതമായ ട്രാൻസ്ലേഷനായും കർത്താവിൽ നന്ദിയുണ്ട്. സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം വായിക്കാം. For a short meditation, let us turn our attention to Acts chapter 8 verse 40. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിൽ എത്തി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. But Philip found himself at Azotus. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിൽ എത്തി. And he passed through, he kept preaching the gospel to all the cities until he came to Caesarea. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Amen. കരുണാസമ്പന്നനായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ആരാധനാ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായത് ഇന്ന് പകൽ സമയം അങ്ങയുടെ ആത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ അടിയനെയും ശക്തീകരിക്കണമേ. ദൈവസഭയായി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വായിച്ചത് ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പോസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വളരെ ടേണിംഗ് പോയിന്റായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ധ്യാനിക്കുവാൻ പോകുന്നത്. We are going to meditate from a crucial moment of evangelist Philip's life. ഈ കഴിഞ്ഞ ഒക്ടോബർ 30 ഇന്ത്യയിലെ ഒരു സ്റ്റേഡിയം ഇളകി മറിയുകയായിരുന്നു. On the last October 30th, a big stadium in India has been it got overwhelmed. കമന്റേറ്റേഴ്സ് ആവേശം കൊണ്ട് അലറി വിളിച്ചു. And the commentators were screaming because they were so happy. ക്യാമറ
തിരിക്കുന്നവർ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ നേരെ ഫോക്കസ് ചെയ്യുകയായിരുന്നു. And the cameramen were focusing to a single person. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന സ്വർഗത്തിന്റെ ക്യാമറയുണ്ട്. Amen, hallelujah. There is a camera that focuses on us, a camera from heaven. ജമീമ റോഡ്രിഗസ് എന്ന ഒരു സഹോദരി തലങ്ങും വിലങ്ങും എടുത്ത് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിൽ അതിഗംഭീരമായി ബാറ്റ് വീശുകയാണ്. A sister named Jemima Rodriguez was the star of that day that she was batting against Australia. അവർ വേറെ ആരുമല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കർത്തൃ സഹോദരി. She is none other than a sister, who has been, worshiping the Lord in truth and spirit, and who live by the grace of the Lord. അവർ ആ മത്സരക്കളത്തിൽ നിന്നുകൊണ്ട് അവർ മുന്നോട്ട് ഓസ്ട്രേലിയ അടിച്ചുവിട്ട കൂറ്റൻ റൺസിന് പകരം വീട്ടുവാൻ തുടങ്ങി. And she was able to fight against Australia, and she has been gaining scores. അവര് ബാറ്റ് വീശാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അവരോട് പറഞ്ഞു, നീ ഫീൽഡിൽ നിന്ന് തന്നാ മതി. പുറപ്പാട് പുസ്തകം 14:14 ഞാൻ നിന്റെ കൂടെയുണ്ട്. And even before she was on the field, Holy Spirit encouraged her, saying that you just stand still and I will fight the battle for you. ഈ ഫീൽഡിൽ നീ ഒന്ന് നിന്ന് തന്നാൽ മതി, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. You just stand firm in the field and the Lord will win the battle for you. ഇവിടെ ഒന്ന് നിന്ന് തന്നാൽ മതി. You just stand firm in that field. ഈ പട്ടണങ്ങളിൽ നിങ്ങളൊന്ന് നിന്ന് തന്നാൽ മതി. God is just asking you that would you stand firm in the cities. God is able to use you mightily. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. I will fight the battles for you. യുദ്ധം ചെയ്യുന്ന കർത്താവ് ഇറങ്ങിയിരിക്കുകയാണ്. And the Lord who runs the battles has come down for us. യോനാഥനെ പോലെ നല്ല മനസ്സോടെ കൂടെ ഫീൽഡിൽ ഇറങ്ങി നിൽക്കൂ. Now would you come down as Jonathan with a willing heart? ഹല്ലേലൂയ. അവൻ ഇറങ്ങി യുദ്ധം ചെയ്യും. And the Lord will come down to fight the battle for you. അവൻ ഇറങ്ങി അൽബാനി സഭയെ ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കും. And the Lord will use the church in Albany for him. ആമേൻ, ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. Amen, amen, amen. Hallelujah, hallelujah. We praise you, Lord. സ്വർഗത്തിലും ഒരു വലിയ ഹല്ലേലൂയ ക്യാമറയുണ്ട്. In heaven also there is a camera. ഹല്ലേലൂയ. ശ്രേഷ്ഠരായ ദൂതന്മാരാണ് ആ ക്യാമറയൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. I guess all these talented angels are doing the cameras. കർത്താവ് ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. And the Lord is also watching. അപ്പോസ്തലപ്രവൃത്തി 6, 7, 8, 9, 10 എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ വിപ്ലവാത്മകമായ ചലഞ്ചായിട്ടുള്ള അധ്യായങ്ങളാണ്. Chapter 6, 7, 8, 9, 10, those are all some revolutionary chapters in the book of Acts. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് വന്നു. And if we come to Acts chapter 7, ഫോക്കസ് ക്യാമറ, സ്വർഗീയ ക്യാമറ ഒരുവന്റെ അടുക്കലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്യുകയാണ്. and that camera that day was focusing on a single man. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതമായ മിന്നുന്ന താരം, and the shining star in Acts chapter 7. ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം കാഴ്ചവെച്ച സ്തെഫാനോസ്. And Stephen, who only preached once, but such a famous priest. ആമേൻ, ഹല്ലേലൂയ. സ്തെഫാനോസിനെ കുറിച്ച് ഒരു 2 വാക്ക്. And 2 words about Stephen. ഓർക്കുമോ നിങ്ങൾ എന്നെ? Would you remember me? കല്ലേറുകളെ പൂവുകളാക്കി മാറ്റി. That he made the stones into flowers. കല്ലേറിനെ പുഷ്പങ്ങളാക്കി മാറോടു ചേർത്ത ഞാൻ. And one who made the stones that came to his heart just like flowers. കല്ലിന്റെ വലിപ്പം നോക്കാതെ, without focusing the greatness of the stones. ആരെറിഞ്ഞ കല്ലാണെന്നും നോക്കാതെ, not paying attention to who is throwing stones at me. എന്റെ കണ്ണുകൾ സ്വർഗ്ഗത്തിലേക്ക് വായിച്ചു. And my eyes were just on heavens. അവിടെ ഞാനൊരു കാഴ്ച കണ്ടു. And I saw a vision there. സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും that heavens are being opened. അവിടെ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരുവനെ, and someone who is standing there for me. അവന്റെ പേരാകുന്നു യേശു. And his name is Jesus. അവനാകുന്നു യേശു. And he is Jesus. യേശു
അവിടെ കൊണ്ട് അത് ഞാൻ അങ്ങ് നിർത്തുകയാണ്. And I'm stopping that poem right there. ക്യാമറ ഫോക്കസ് ചെയ്തു തുടങ്ങി. And the camera was focusing on Stephen. 8-ാം അധ്യായത്തിലേക്ക് ആ ക്യാമറ നീങ്ങി. And the camera was now moving to chapter 8. അവിടെ അതാ ശൗൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കലിപൂണ്ട് അങ്ങനെ നിൽക്കുകയാണ്. And there was a young man named Saul who was very angry. എറിയുന്നവരുടെ വസ്ത്രം ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, ഇങ്ങോട്ട് എടുത്തിടുന്നു. And he is helping, the people who are throwing the stones and keeping it side. ദൂതന്മാര് പറഞ്ഞു ക്യാമറ അവന്റെ നേരെ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. And the angel said, let's focus on this young man named Saul. കർത്താവ് പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, അവനെ നമുക്ക് പിന്നെ പിടിക്കാം, നമുക്ക് ഫോക്കസ് വേറെ ഇങ്ങോട്ട് തിരിക്കാന്ന് പറഞ്ഞു. But Jesus said, not right now, let us pay attention to someone else now. ഗ്രൗണ്ടിൽ കടന്ന് ഒരുവൻ അവൻ കളിച്ചു തുടങ്ങി. And there was another one on the ground playing. ഫിലിപ്പോസ് കളിച്ചു തുടങ്ങി. And it is Philip who was doing it at that time. ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യേ. And the camera was now focusing on Philip. ഫിലിപ്പോസിലേക്ക് ഫോക്കസ് ചെയ്യേ. And the camera was focusing Philip now. ആരായിരുന്നു ഫിലിപ്പോസ്? And who was this man named Philip? അവൻ ആ ബയോഡാറ്റ ഒന്ന് ആ റെസ്യൂമേ ഒന്ന് എടുത്തു നോക്കണം. If you would pay attention to his resume, ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പോസ്. it is Evangelist Philippos. Name shows Evangelist Philippos. The name has only this designation, Evangelist Philippos. Amen. Amen. Hallelujah. Email ID philippos75@heaven.com. Amen. Hallelujah. Date of birth അറിയത്തില്ല. Qualification നോക്കി. And we don't know his date of birth. You look at the qualification. Qualification Acts chapter 6:3. കുഞ്ഞുങ്ങൾ ആരെങ്കിലും വായിക്കേ. And one of the children read Acts Acts chapter 6 verse 3 to That see is the his qualification of Philip. ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവുമുള്ള ഫിലിപ്പോസ്. So if you read that, you can see that you choose 7 men of good reputation, full of the spirit and of wisdom. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് വചനം മുഴുവിപ്പിക്കാൻ സാധിക്കത്തില്ല, എങ്കിലും സമ്മറൈസ്ഡ് ആയിട്ട് പറഞ്ഞു പോവുക. പറയുമ്പോൾ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതുന്നു. I just want to summarize what I want to share with you, and I will also share a testimony. ഇതിൽ നിന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രസംഗിക്കും, പിന്നീട് അവസരങ്ങളുണ്ടല്ലോ തീർച്ചയായിട്ടും. ഹല്ലേലൂയ. ഇതിൽ നിന്ന് പിന്നീട് നമുക്ക് കേൾക്കുവാൻ ഇടയാകും. I'll share in detail later on. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത്, so as I was in the regional engineering college in Trivandrum, as I was in the hostel at that time, 4 വർഷം പൂർത്തിയാക്കി ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥികളെല്ലാം വിട പറഞ്ഞു തുടങ്ങി. so everyone who has completed their course, they were saying goodbyes to the hostel. ഞാനും എൻ്റെ ബാഗുകളും പുസ്തകങ്ങളും എല്ലാം പറക്കി എല്ലാം വളരെ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് ക്യാമ്പസ് ഹോസ്റ്റലിനോട് വിട പറയുവാൻ ഒരുങ്ങിയിരിക്കുന്നു. I was also packed fully and ready to say goodbye to the hostel. എൻ്റെ പിതാവ് പറഞ്ഞിരുന്നു ഞാൻ ഹോസ്റ്റലിൽ വന്ന് നിന്നെ കൊണ്ടുപോകും എന്ന് പിതാവ് അറിയിച്ചിട്ടുണ്ട്. And my father had informed me that he will come to the hostel to take me. ഒരു അധ്യാപകനായിരുന്നു എൻ്റെ പിതാവ്. And my father was a teacher. ആമേൻ. ഹല്ലേലൂയ. അദ്ദേഹം ഹോസ്റ്റലിലേക്ക് കടന്നു വന്നു. And he came to the hostel. ആ മുറിയിലേക്ക് വന്നു. He came to my room. അദ്ദേഹം എന്നോട് സംസാരിച്ചു തുടങ്ങി. And he started talking to me. ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ ഇനി പോകാം എന്ന് പറഞ്ഞു. And I said, Dad, let's go. ഞാൻ സാധനങ്ങളെല്ലാം പറക്കി കെട്ടി ഭദ്രമായി സൂക്ഷിച്ചു. എല്ലാം റെഡിയായിരിക്കുകയാണ് പോകാനായിട്ട്. So I was fully packed and ready to leave the hostel. അച്ഛനോടൊത്ത് വീട്ടിലേക്ക് പോകാനാണ് പദ്ധതി. So the plan is that I will go home with my father. അപ്പോഴാണ് അച്ഛന് പോക്കറ്റിൽ നിന്ന് ഒരു ഇന്റർവ്യൂ ലെറ്റർ, ഒരു ടെസ്റ്റ് ലെറ്റർ എടുത്തു തന്നു. And at that time my father took an interview letter from his pocket. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ചെന്നൈയിലേക്ക് ടെസ്റ്റ് എഴുതുന്നതിനുള്ള ഒരു കത്താണ്, ഒരു ലെറ്ററാണ് വന്നിരിക്കുന്നത്. And that was a letter for me to go to Chennai to attend the test. ഞാൻ പറഞ്ഞു 2 ആഴ്ചയിലേറെ സമയമുണ്ട്, ഇപ്പോഴേ പോകണ്ടല്ലോ, നമുക്ക് നാട്ടിൽ ചെന്നിട്ട് പിന്നീട് ഞാൻ ട്രെയിനിന് പൊക്കോളാം എന്ന് പറഞ്ഞു. I said this is more than 2 weeks time, so we don't have to go now, let's go back to our own place and then I'll go by train. അദ്ദേഹം പറഞ്ഞു അത് വേണ്ട. My dad said no, that doesn't have to. എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്, 1000 രൂപ എടുത്ത് ഞാൻ നിനക്ക് തരികയാണ്. I have 1,000 rupees, I'll give you this 1,000 rupees. നീ തൽക്കാലം വീട്ടിലേക്ക് വരണ്ട. And now you don't come home.
നീ വന്നാൽ കൊട്ടാനും പാടാനും തുള്ളാനുമൊക്കെ ആ ദേശത്ത് തുടങ്ങും. എനിക്ക് 3 പെൺമക്കളുണ്ട്, അവർ കല്യാണം കഴിച്ചിട്ടുണ്ടത്. He said, if you come home, you will start, like this clapping, worshiping and dancing and praising your Lord. I have 3 other girl children. I have to take care of their future and I have to get them married. So you don't come home. അദ്ദേഹം അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയി. And my dad left me there and he went back home. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഹല്ലേലൂയ, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന്. And before he left, I told him one thing, that I want to see my mom. അതിനൊക്കെ ഇനി ധാരാളം സമയമുണ്ട്, തൽക്കാലം നീ പൊയ്ക്കോളാൻ പറഞ്ഞു. And my dad said, don't worry about seeing your mom now. You will have an opportunity later. You just don't come now. ഞാൻ അവിടെ മുട്ടുമടക്കി. And I knelt down there. വിളിച്ചാൽ വിളി കേൾക്കുന്ന കർത്താവിന്റെ അടുക്കൽ മുട്ടുമടക്കി. And I knelt down and cried out to the Lord who will hear our prayers. ഏതു സമയത്തും മുട്ടുമടക്കിയാൽ അവിടെ ഇറങ്ങി വരുന്ന കർത്താവിന്റെ പാദത്തില് അവിടെ മുട്ടുമടക്കി കണ്ണുനീരോടെ നിന്നു. I knelt down and cried out to the Lord who would come down wherever and whenever you call upon his name. എബ്രായലേഖനം 12-ാം അധ്യായത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. Through Hebrews chapter 12, the Lord's Spirit started talking to me. എബ്രായലേഖനം 11-ാം അധ്യായം വായിച്ചു നീന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്ക്. And you read chapter 11 and go back and look through. വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക നിനക്ക് പിന്നിലുണ്ട്. You can see the heroes of faith right behind you. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിനക്ക് ചുറ്റിലുമുണ്ട്. Such a great crowd of witnesses behind ഈ you. യുദ്ധക്കളത്തിൽ നീ ഒറ്റയ്ക്കല്ല. You are not alone in this city. അവൻ സാക്ഷികളുടെ സമൂഹം നിനക്ക് ചുറ്റുമുണ്ട്. You have a crowd of witnesses and church behind നീ you. മുമ്പോട്ടൊന്ന് നോക്ക്. You just look ahead of you. കാൽവരിയുടെ ക്രൂശിൽ തകർന്നു കിടക്കുന്ന എൻ്റെ മനസ്സ്, എൻ്റെ രൂപം നിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. And you always carry my image who died for you on the cross of Calvary. ഓട്ടക്കളത്തിലോടുന്ന നമ്മുടെ 3 ചിന്തകൾ ഇതായിരിക്കണം. Let this be our thoughts as we run a race in the field. നീ ഒറ്റയ്ക്കല്ല ഓടുന്നത്. You are not running alone. പുറകിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക. Hallelujah. You have like heroes of faith behind you. സഭ ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹം എൻ്റെ മുൻചുറ്റിലുണ്ട്. And you have the cloud of witnesses surrounding you. മുമ്പിൽ കാൽവരി ക്രൂശിൽ തകർന്നു കിടക്കുന്ന യേശുവിന്റെ രൂപമുണ്ട്. And right ahead of you, you can see the cross of Calvary where Jesus died for you. And Jesus told me to get up. എൻ്റെ ജൂനിയർ സഹോദരന്മാർ ഓടിയെടുക്ക എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ സഞ്ചിയും പുസ്തകക്കാട്ടുകളും കൊണ്ട് അവര് എൻ്റെ സ്നേഹം കൊണ്ട്, കർത്തൃ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. And my juniors who were there, they came and they all hugged me and they filled me with their love. അവരെന്നെ ചെന്നൈ പട്ടണത്തിലേക്ക് യാത്രയാക്കി. And they sent me off. They gave me sent off to the city of Chennai. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാർവിൽ. പാസ്റ്റർ ഡി മോഹൻ അദ്ദേഹത്തെ ചെന്ന് വ്യക്തിപരമായി കണ്ടു. 1-to-1 മീറ്റിംഗ് നടക്കുന്നു. So I went to the city of Chennai and I met with Pastor D. Mohan and I met him 1-to-1. Chennai Assemblies of God, New Life Assemblies of God in the senior pastor, right? And Pastor D. Mohan was the senior pastor of Chennai Assembly of God, New Life Assembly of God. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുത്തു. ഒരു കമ്പ്യൂട്ടർ ഗ്രാജുവേറ്റ് ആണ്, എനിക്ക് ജോലി നോക്കി തുടങ്ങി. ഞാനിവിടെ പട്ടണത്തിൽ വന്നതാണ് എന്ന് പറഞ്ഞു. I showed him, my graduation certificate and I said, I'm a computer engineer, graduated and looking for a job in this city. ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അങ്ങോട്ട് അദ്ദേഹം മാറ്റി അങ്ങോട്ട് വെച്ചു. And he set aside all my certificates. അദ്ദേഹം എന്നോടൊരു കാര്യം ചോദിച്ചു. And he asked me one thing. എൻ്റെ ഓഫീസിലെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു വെച്ചിട്ട് 6 മാസത്തെ കാലമായി. And it is more than 6 months that my office has there is a computer sitting in my office. കമ്പ്യൂട്ടർ മിനിസ്ട്രി ചെയ്യാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചു. Are you ready and willing to do computer ministry? എൻ്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഒന്ന് മാത്രമാണ്. No, that was the only interview question that I had. നീ ആ പരിശുദ്ധാത്മ ആവിയാൽ നിറഞ്ഞവനാ? Are you filled with the Holy Spirit? ആവേ അന്യഭാഷയിൽ പേശുമാ? Will you speak in tongues? അന്യഭാഷയിൽ ജപിക്കറ?
will you pray in the tongues? ആമേൻ. ഇത് മൂന്നുമാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. Those are the only three things that Pastor ഒരു Demon asked me. ദൈവപൈതലിന്റെ ക്വാളിഫിക്കേഷൻ അന്യഭാഷ ഉച്ചാരണത്തോടുകൂടെ അവൻ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ദൈവപൈതലായിരിക്കണം. Hallelujah. You have to be a child of God who is filled with the Holy Spirit and speak in tongues. ആലയത്തിലെ ശുശ്രൂഷകൾ എന്തായാലും ആമേൻ ഹല്ലേലൂയ അത് ചെയ്യണമെങ്കിൽ ആമേൻ അന്യഭാഷയിൽ ആത്മനിറവോടുകൂടെ ആരാധിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. Now you should have, the gift of the Holy Spirit and speaking in tongues if you are a minister in whatever level you are ministering to the Lord in the church. അങ്ങനെയുള്ള ഫിലിപ്പോസ് ഓടി തുടങ്ങി. And like that Philippus started, ministry. ശമരിയയിലേക്ക് അയച്ചു. And the Lord sent for Philippus to Samaria. ശമരിയ പട്ടണത്തിലേക്ക് ഫിലിപ്പോസ് ആഞ്ഞു വീശി. And Philippus was preaching in the city of അവൻ Samaria. ആത്മാവിൽ നിറഞ്ഞു നിന്ന് പട്ടണത്തെ ഇളക്കി വിട്ടു. And the city was, overwhelmed because he was filled with the power of the Holy ഏൽപ്പിച്ച Spirit. ദൗത്യം അവൻ ചെയ്യാൻ തുടങ്ങി. He has completed the mission that was given to him. പട്ടണം അതിസന്തോഷമുണ്ടായെന്ന് വായിക്കുന്നു. And we read that there was great joy in the city. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ ഹല്ലേലൂയ. ആമേൻ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ദൈവസഭ പോകുന്നതായി വായിക്കാൻ കഴിഞ്ഞു. And we can see I heard that this church is doing all this mission journey. പട്ടണങ്ങളിൽ പോകുന്നത് നല്ലത് തന്നെ. It is good that we go to the cities. പട്ടണത്തിൽ കാലുകുത്തുന്നതിന് മുമ്പ് ആത്മനിറവിന്റെ അനുഭവം, അന്യഭാഷയുടെ പ്രാർത്ഥന, അന്യഭാഷയുടെ ആരാധന കൈഹുതലായി ഉണ്ടായിരിക്കണം. Hallelujah. As we go into the cities, let us make sure that we have the Holy Spirit and we pray in the Spirit before we go into the city. പട്ടണത്തിൽ ഒന്ന് നിന്നിരുന്നാ മതി, ഞാൻ നിന്നെ ഉപയോഗിക്കും. If that is the case, you just stand firm in the city and God will do the work for you. ഫിലിപ്പോസിനെ ഉപയോഗിച്ച ദൈവപിതാ കർത്താവിതാ ഇറങ്ങി നിൽക്കുകയാണ്. And the Lord who used Philippus is standing in our midst. അവൻ ഫിലിപ്പോസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And he is looking at Philippus. പട്ടണത്തിലേക്ക് കാലുകുത്തിയാൽ പ്രവർത്തിപ്പാൻ ശക്തർ ഇറങ്ങിയിട്ടുണ്ട്. And if he will go to the city of Samaria, the Lord who is able to do mighty works is standing there. ചുമ്മാ ഒന്നും അല്ല പട്ടണം സന്തോഷിച്ചത്. Now it is not just simply that city had a great joy. ശമരിയ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഉപദ്രവം ആഭിചാര പട്ടണമാണ്. ഹല്ലേലൂയ. ആഭിചാര പ്രവൃത്തികളാണ്. ആഭിചാര പ്രവൃത്തികളെ ഹല്ലേലൂയ ഏകനായി നിന്നുകൊണ്ട് ഫിലിപ്പോസ് ഹല്ലേലൂയ ആത്മനിറവോടുകൂടെ പോരാടി നിന്നു. Hallelujah. The city of Samaria is well known for this witchcraft and all, but Philippus with the power of the Holy Spirit, he was standing alone fighting that. ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. And the people were listening to him with one heart or single-heartedly. ഒരു സുവിശേഷന്റെ കയ്യിൽ രണ്ട് നാണയങ്ങൾ ഉണ്ടായിരിക്കണം. So for an evangelist there has to be two coins with him. ഒന്ന് പ്രോപ്പർ പ്രിപ്പറേഷൻ. Number one, proper preparation. മറ്റൊന്ന് പ്രോപ്പർ പ്രസന്റേഷൻ. Number two, proper presentation. ഇത് രണ്ടും അങ്ങോട്ട് ബാലൻസ് ചെയ്ത് നിന്നാൽ പ്രോപ്പർ റിസൾട്ട് ഓർ റെസ്പോൺസ് നമ്മൾ അറിയാതെ കയ്യിലെത്തും. If you balance them both, you will receive the proper result. പകൽ സമയം കർത്താവ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. God is going to prepare you today. ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. And they all paid attention with one heart. അങ്ങനെ ആ പട്ടണത്തിൽ സന്തോഷമുണ്ടായി. And there was great joy in that city. പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. There was great joy in the city. അങ്ങനെ ഇരിക്കുമ്പോൾ 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലൂടെ കർത്താവ് അതിശക്തമായി ഫിലിപ്പോസിനെ പിടിച്ചു കുലുക്കി. And in chapter 8 verse 26, God shook Philip in a mighty manner. നട്ടുച്ച നേരത്ത് And it was, a noontime. ഞാൻ അതിൻ്റെ ഗ്രീക്ക് ഭാഷ വെച്ച് പഠിച്ചിട്ട് പറയുകയാണ്. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അത് പഠിച്ചാൽ ഗസയ്ക്കുള്ള നട്ടുച്ച നേരത്ത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ഹല്ലേലൂയ ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക് പോണം.
So, like according to the original language, this is what the angel of the Lord came and told Philip, that you have to get up and go to the street from Jerusalem to Gaza. It was right at a noon time that the angel of the Lord told him. ഞാനെന്ന ഫിലിപ്പോസ് ആണെങ്കിൽ ആദ്യം പറയും, കർത്താവ് ഇത് വാസ്തവമായും ഇത് എന്നോട് തന്നെ ആണോ? So if I was Philip, I would ask the angel, is it really to me? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ രണ്ടാമതൊരു ചോദ്യം ചോദിക്കും, ഹല്ലേലൂയ, ഈ സ്ഥലത്ത് തന്നെയാണോ പോകേണ്ടത്? And number 2, I will ask, are you sure that this is the right place that you want me to go to? ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ കൂടെ പെട്ടി ചുമക്കാൻ ആൾക്കാരുണ്ട്, കൂട്ടു സഹോദരങ്ങളുണ്ട്, ആമേൻ, സഹവാസങ്ങളുണ്ട്, മിനിസ്ട്രി ഉണ്ട്. തകർത്ത് പൊരിഞ്ഞങ്ങനെ നിൽക്കുന്ന സമയത്താണ് പറയുന്നത്, നിനക്ക് ഒരു ഗസ യാത്രയുണ്ട്. Amen, hallelujah. Philip, in the city of Samaria, he has, a lot of assistance and, everything. But at that time, God's Spirit came and told him that you have to go to this place. മാപ്പ് വെച്ച് രസകരമായി പഠിച്ചാൽ സന്തോഷ് പാസ്റ്ററെ, അതിനകത്ത് ഒരു കാര്യം മനസ്സിലാകും. ഹല്ലേലൂയ, ശമരിയ ടു ഓൾഡ് ഈ ഗസയിൽ പോകണമെങ്കിൽ 2 വഴികളുണ്ട്. So if you would look in the map, you can understand two things, that there are 2 ways to go to this exact place. ന്യൂ ഗസ റോഡ് അല്ലെങ്കിൽ കോസ്റ്റ് റോഡ്, കോസ്റ്റ് റെയിൽ, പാത, കോസ്റ്റൽ വേയിലൂടെ പടിഞ്ഞാറൻ തീരദേശത്തോടു കൂടെ നല്ല മനോഹരമായിട്ട് പുതുക്കി പണിഞ്ഞ ഗസ റോഡ് ഉണ്ട്. There is a new Gaza road through the coastal shores. പരിശുദ്ധാത്മാവ് പറഞ്ഞരുത്, ആ പാത എടുക്കണ്ട, നിർജ്ജനമായ ഹല്ലേലൂയ മരുഭൂമി നിറഞ്ഞ ഹല്ലേലൂയ ഓൾഡ് ഗസയിലേക്ക് തന്നെ പോണം. But God's angel told him exactly, you should not go through the coastal New Gaza road, but you have to go this isolated place. എന്തിനീ മരുഭൂമി? Why this isolation in our lives? എന്തിനീ നിർജ്ജന ദേശം? Why do we have this loneliness in our lives? ഈ ചിന്ത നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നില്ലേ? No, are you not ruled by these thoughts? എന്തിനാണ് ഈ നിർജ്ജന ദേശം എനിക്ക്? Lord, why do you tell me to go to this isolated place? Lord, why this isolated place? ഫിലിപ്പോസും ചോദിച്ചു കാണും, അവിടെ എന്താണ് സംഭവിക്കുന്നത്? No, Philip would have been wondering why this is happening to him. ഓൾഡ് ഗസയിൽ എന്തോ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്, അത് വെളിപ്പെട്ടിട്ടില്ല. He did not have the revelation of what is to happen in old Gaza. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറവായി കിടക്കുന്നതിനെ വെളിച്ചം പോവുകയാണ്. God's Holy Spirit is going to reveal what is hidden right now. നിന്റെ ഉദ്ദേശത്തെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. God is going to reveal the purpose about your life in this place. കൊണ്ടുവന്നെങ്കിൽ കർത്താവ് അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. God is going to reveal what is his purpose, why God has brought you to this city. മനസ്സിന്റെ ചിന്തകളെ കർത്താവ് അവൻ ഇന്ന് മുറിച്ചു പറയാൻ പോവുകയാണ്. Hallelujah. God is going to reveal all these secrets. Hallelujah. Praise the Lord. Thank you, Jesus. ശമരിയ ടു ജെറുസലേം. ആദ്യം ശമരിയ, ജെറുസലേം, പിന്നാണ് ഈ ഓൾഡ് ഗസ റോഡ്. So like it is Samaria, Jerusalem, then this old Gaza road. 100 മൈൽ ദൂരം. About 100 miles distance. തിരുവനന്തപുരം തമ്പാനൂരിന് യാത്ര ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോകുന്ന ദൂരം. So from Trivandrum to Alleppey. ഒരു മനുഷ്യൻ കാൽനടയായി നടന്നാൽ 5 ദിവസം എടുക്കും. So if you walk by foot, it would be 5 days distance. ഫിലിപ്പോസ് ആദ്യത്തെ ദിവസം നടന്നു തുടങ്ങി. So Philip started walking the first day. ഫിലിപ്പോസിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. And if you would ask Philip, ഫിലിപ്പോസ് എങ്ങോട്ടാ പോകുന്നത്? Philip, where are you going? ഓൾഡ് ഗസയിലാ പോകുന്നത്. And he'll say, I'm going to old Gaza. GPS-ലെ മാപ്പൊക്കെ ഉണ്ടോ? Do you have the MapQuest or GPS with you? അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? What are you about to do there? ഒരു ഐഡിയയുമില്ല. Philip has no idea about that. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനഹൃദയങ്ങളിലേക്ക് പറയുകയാണ്. ഒരറിവുമില്ലാതെ, ഒന്നും കാണാനില്ലാത്ത ഒരു നിർജ്ജന ദേശത്തേക്ക് ദൈവം എന്നെ അയക്കുന്നെങ്കിൽ, കർത്താവേ, നിന്റെ ദൈവോദ്ദേശം, അങ്ങയുടെ ഉദ്ദേശം എന്നിൽ നടക്കട്ടെ. Hallelujah. Even today, let us ask God, if you are sending me to an isolated place, even though I don't know what is the purpose, let your will happen in my life. ഇതിന് പറയുന്ന പേരാണ് വില്ലിങ്നെസ് എന്ന്. No, that is what is called willingness. ആദ്യത്തെ ദിവസം ഫിലിപ്പോസ് സഞ്ചരിച്ചു. The first day Philip traveled. അവിടുന്ന് 40 ശമരിയയിൽ നിന്ന് 40 മൈൽ പോയാൽ യെരുശലേം ഉണ്ട്.
if he would go 40 miles, it is Jerusalem. ആമേൻ ഹല്ലേലൂയ. ഫിലിപ്പോസിന് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. Philip could think a second thought. യെരുശലേമിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സഭയുണ്ട്, സഹോദരന്മാരുണ്ട്, കൂട്ടായ്മയുണ്ട്, ആമേൻ നല്ല ശാപ്പാടുണ്ട്, എല്ലാം അവൈലബിളാ. ആമേൻ ഹല്ലേലൂയ. യെരുശലേമിലേക്ക് ഒന്ന് ഇറങ്ങി ഒരു കാപ്പിയൊക്കെ കുടിച്ചൊന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി. Maybe he could have thought that it is just 40 miles away is Jerusalem. There are brothers, churches, good receiving people, and I can go there, have a tea, and then go back. പത്രോസിന്റെ അമ്മായിയമ്മയാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ നല്ല ഒന്നാം തരം കുക്കാണ്. ഹല്ലേലൂയ. ആമേൻ. If Peter's mother-in-law was there, she would cook nice food. കർത്താവ് ശുശ്രൂഷ ചെയ്ത് കണ്ട് നല്ല ഒന്നാം തരം ഫുഡാണ് കർത്താവിന് കൊടുത്തത്. ശുശ്രൂഷയ്ക്കകത്ത് അതെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. So in the ministry, all these things are included, and she was cooking for even Jesus. ഇന്ന് പകൽ സമയം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മാറിപ്പോകരുത്. Hallelujah. Whatever purpose God has called you for, don't get distracted from that. ഉറച്ചു നിൽക്കുക. Continue in the focus. ആമേൻ. ഫിലിപ്പോസിന് ഒന്നറിയാം. Philip knew one thing. ഓൾഡ് ഗസയിൽ എന്തോ ഉണ്ട്. There is something in Old Gaza. ഓടിയെത്തണം ഒരിക്കൽ. He somehow has to reach there. അവൻ ഓടിയെത്തുന്നതിന്റെ ഇടയ്ക്ക് യാതൊരു സ്ഥലത്തും വിശ്രമിപ്പാൻ അവന് നേരമില്ല. He did not have any place to rest. രണ്ടാമത്തെ ദിവസം കടന്നുപോയി. And second day he is walking. മൂന്നാമത്തെ ദിവസം കടന്നുപോയി. Third day is over. നാലാമത്തെ ദിവസം കടന്നുപോയി. Fourth day is over. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഒരു സാധു മനുഷ്യൻ. Can you think about this poor man? കൺവെൻഷൻ സ്റ്റേജിൽ തിളങ്ങി നിന്ന ശമരിയ പട്ടണത്തെ കിടുകിട വിറപ്പിച്ച ആമേൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സുപ്രസിദ്ധനായ സുവിശേഷകൻ ഫിലിപ്പോസ്. Such a famous man of God, Philip, who was shaking the city of Samaria a few days ago, a shining star. തോളത്ത് കനം തൂങ്ങും പാണ്ഡവും പേറിക്കൊണ്ട്, തോളത്ത് കനം തൂങ്ങും പാണ്ഡവും പേറിക്കൊണ്ട്, carrying a very heavy bag in his shoulders. കയ്യിൽ ഒരു വടിയുമായി, with a staff in his hand. ഓ ഹല്ലേലൂയ. മുമ്പിലുള്ള ക്രൂശന്ത കർത്താവിന്റെ രൂപവും കണ്ട്, having the vision of Jesus on the cross going forward. ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? So a man, a man in exile means what? രണ്ട് പെട്ടി ചുമക്കാനുള്ള ആരോഗ്യമുള്ളവനെയാണ് പ്രവാസി എന്ന് പറയുന്നത്. So he is a man who has the ability to carry at least 2 big luggages. ആമേൻ ഹല്ലേലൂയ. അത്രയെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. So we will always have at least 2 big baggages. ആമേൻ ഹല്ലേലൂയ. ഒരു പ്രവാസിയെ പോലെ ആമേൻ ഹല്ലേലൂയ ഫിലിപ്പോസ് ഓടുകയാണ്. So he is like a man in exile. ആമേൻ. അഞ്ചാമത്തെ ദിവസത്തിലേക്ക് വന്നു. It comes to the 5th day. ഒതുവരെയും ഒന്നും വെളിപ്പെട്ടില്ല. He does not have any clue yet. ഒന്നാമത്തെ ദിവസം ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെട്ടില്ല. He has no idea where he is going. രണ്ടാമത്തെ ദിവസം വെളിപ്പെട്ടില്ല. Second day, no clue. ആമേൻ. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ മരുഭൂമിയിലൂടെ അവൻ നടന്നു നീങ്ങി. He is walking through this isolated hot place. മൂന്നാമത്തെ ദിവസവും ഒന്നും കണ്ടില്ല. Third day, no idea. നാലാമത്തെ ദിവസവും ഒന്നും കണ്ടില്ല. Fourth day, no idea. അഞ്ചാമത്തെ ദിവസം ഓടി തുടങ്ങി. The 5th day, he started out the day. അങ്ങ് ദൂരത്താ ഒരു പൊട്ടുപോലെ കാണുന്നുണ്ട്. Like far away, he can see something very small. അവൻ ഓടി തുടങ്ങി. And he continued his journey. അവൻ ആരെയും കാണുന്നില്ല. He could not see any man. അവനൊരു പൊട്ടുപോലെ ഒരു വീല് കാണു തുടങ്ങി. He could see a little wheel. Glory, glory, glory. Hallelujah, hallelujah, hallelujah. ഒരു വീല് കണ്ടു തുടങ്ങി. Something very small like a wheel. അവന് മനസ്സിലായില്ല ഇതെന്താണെന്ന്. He did not understand what it അവൻ is. മുന്നോട്ട് ഓടി തുടങ്ങി. He continued his journey forward. അത് തെളിഞ്ഞു വരുന്നു. And it is getting more clearer now. ദൈവോദ്ദേശം തെളിഞ്ഞു വരികയാണ്. And more clearer the purpose of God. നീ കണ്ടേക്കാം. You may see something very small. യാഥാർത്ഥ്യമായത് വെളിപ്പെടാൻ പോവുകയാണ്. But it is going to be revealed to you soon. മുന്നോട്ട് ഓടി തുടങ്ങി. He continued forward. ഒരു വണ്ടിയാണെന്ന് മനസ്സിലാക്കി. He realized it's a chariot. പിന്നീട് അവൻ സൂക്ഷിച്ചു നോക്കി. And he looked keenly. അവന്റെ താളത്തേക്ക് സ്പീഡ് തുടങ്ങി. And he walked faster. അവൻ വേഗത്തോടെ ഓടി തുടങ്ങി. He started running now. അവൻ ദൂരത്തേക്ക് നിന്ന് കണ്ടു. And he saw it from far. വരുന്നു ഒരു രഥമാണത്. No, it is a chariot coming. ഒരു വലിയവന്റെ രഥം
രഥമാണത്. It is a chariot that he sees. ആ രഥവും ഞാനും തമ്മിൽ എന്ത് ബന്ധം? And what is the relation between me and that chariot, he ഞാൻ thought. ഉപദേശി. I am an evangelist. അവൻ രഥം ഉന്നതന്റേത്. And the chariot belongs to someone rich. ഉന്നതനെ സ്നാനപ്പെടുത്താൻ ഒരുങ്ങിയിരിപ്പാൻ. Hallelujah. He is being prepared to baptize a rich man. Hallelujah. രഥത്തിലുള്ളതിനെ താഴെ ഇറക്കി സ്നാനപ്പെടുത്താൻ ഒരുങ്ങിയിരുന്നോളാൻ. Amen, 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 amen. ദൈവദാസനോടുള്ള ദൂത. Hallelujah. പരിശുദ്ധാത്മാവ് പറയുകയാണ്, രഥത്തിലുള്ള ഉന്നതന്മാരെ പട്ടണത്തിൽ നിന്ന് ദൈവം ആലയത്തിൽ കൊണ്ടുവരും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാനിവിടെ ഹല്ലേലൂയ പറഞ്ഞല്ലോ, ഈ വചനം ഞാനിവിടെ മുഴുവിപ്പിക്കുന്നില്ല. ഗ്ലോറി ടു ദ ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെ ഒരുങ്ങാത്തത്, ഇതുവരെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാത്തത്, ഒരു പൊട്ടുപോലെ കാണുന്നത്, ഓ ഹല്ലേലൂയ, അവൻ രഥം ഒരുങ്ങുകയാണ്. ഓ ഹല്ലേലൂയ, അവൻ രഥം ഒരുങ്ങുകയാണ്. ഓ വെളിപ്പെട്ട് വരികയാണ്. Hallelujah. The purpose of God has been now being revealed to him now. ഹല്ലേലൂയ. Amen. അവൻ രഥത്തിന്റെ സ്പീഡ് കൂട്ടി. And the chariot is also coming fast. ഹല്ലേലൂയ. ഫിലിപ്പോസിന് ഒരു കാര്യം മനസ്സിലായി. And Philip realized one thing. ഫിലിപ്പോസിന് അത് ഓടിയെത്തണം. And he wanted to walk faster to reach it. പ്രസംഗിച്ചാൽ ടൈം മാനേജ്മെന്റ് എന്നൊരു വിഷയം വരും. കണ്ട നഷ്ടപ്പെട്ടു പോകരുത്, സാബു ബ്രദറെ നഷ്ടപ്പെടരുത്, സമയത്തിന് ഓടി എത്തിപ്പിടിച്ചോണം. Hallelujah. This is related to a subject called time management. We should not lose our time, but we have to catch up with something. ഓട്ടക്കളത്തിലാണെങ്കിലും ഹല്ലേലൂയ ദൈവോദ്ദേശം മുറുകെ പിടിച്ച് അത് എത്തിപ്പിടിച്ചോളണം. Hallelujah. Even when we are in the race track, we have to make sure we catch up. രഥത്തിന്റെ അടുക്കലേക്ക് അവൻ ഓടി. And he ran to that chariot. അവൻ ഉപദേശിയായിരുന്നേക്കാം. And he might have been an evangelist. പരിശുദ്ധാത്മാവ് ഇടപെട്ടു. And Holy Spirit talked to him. തേരിനോട് ചേർന്ന് നടക്കുക. Walk closer to the chariot. ചേർന്ന് നടക്കുക. Walk closer to the chariot. ചേർന്ന് നടക്കുക. And the Holy Spirit told him to walk closer. ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. You are going to see the work of God. ചേർന്ന് നടക്കുക. Walk closer. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഫിലിപ്പോസ് താഴെ ഇറങ്ങി ഹല്ലേലൂയ ചേർന്ന് നടന്നു. ശബ്ദം കേട്ടു. ഹല്ലേലൂയ പ്രവചന യെശയ്യാവ് വായിക്കുന്നു. ഹല്ലേലൂയ അവിടെ പ്രോപ്പർ പ്രസന്റേഷൻ അവിടെ വരുന്നത്. ഹല്ലേലൂയ പറഞ്ഞു, എല്ലാം തീർത്ത് വെള്ളം കണ്ടു. ഷണ്ണൻ ഇറങ്ങി അവനെ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ ഷണ്ണനും നോക്കി ഹല്ലേലൂയ പട്ടണത്തിൽ ആ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി സ്വീകരിക്കണമെന്ന്. പക്ഷെ ചുറ്റും നോക്കിയപ്പോഴുണ്ട് ഹല്ലേലൂയ അവനെ അവിടെ കണ്ടില്ല. So in a matter of a few minutes everything is done. He shared the gospel explaining from the book of Isaiah, and the eunuch wanted to receive baptism. He got baptized and he went back to the chariot, and the eunuch really wanted to invite him to the palace and give him a reception. He looked around and Philip is there. Philip is not there. ദൗത്യം കഴിഞ്ഞു. ഫിലിപ്പോസ് അടുത്ത പട്ടണത്തിലേക്ക് പോയി. Mission was completed and Philip was taken away to the next city. അവൻ കൈസരിയിലെത്തി. And he now reached Caesarea. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. And few years later, 25 വർഷത്തോളം കഴിഞ്ഞു. about 25 years later, അപ്പോസ്തലപ്രവൃത്തി 21 അധ്യായത്തിലേക്ക് വന്നാൽ, and if you would come to Acts chapter 29, പൗലോസും കൂട്ടരും മൂന്നാം മിഷണറി യാത്രക്കിടയിൽ കൈസരിയിലെത്തി. Paul and his team was reaching Caesarea. വലിയ വീടുണ്ട്. വലിയൊരു വീട് ഒരുങ്ങിയിരിക്കുന്നു. There was a big, like a room prepared for them. അന്ന് കല്ലെറിഞ്ഞ അവൻ പൗലോസിത അവൻ ഹല്ലേലൂയ അവൻ ഫിലിപ്പോസിന്റെ വീട്ടിലേക്ക് എത്തി. And Paul, who was persecuting the church the previous day, he is now in Philip's house. സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീട് തുറന്നു കൊടുത്തു. And Philip opened his house for Paul. ആമേൻ. പൗലോസും കൂട്ടരും വീട്ടിലേക്ക് എത്തി. Now Paul and his team for the third missionary trip, they reached Caesarea in Philip's house. ഫിലിപ്പ് ആ കതവൊന്ന് തുറന്നിട്ട് ഉള്ളിലേക്കൊന്ന് നോക്കി. And Paul opened the door and looked inside. കന്യകമാരായ 3 പെൺകൊച്ചുങ്ങൾ, 3 മക്കള്. So he has like daughters of 3 daughters. 3 പ്രവാചകികളായ മക്കള്. So he has his daughters were prophetesses. കൈസരിയ തെളിഞ്ഞു. And Caesarea was shining. ഈ ദേശം വെറുതെയല്ല. Hallelujah. This city is not in vain. ഈ ശൂന്യദേശം വെറുതെയല്ല. And this isolated place. Hallelujah. Hallelujah. Would you all please stand up? Hallelujah. As we conclude my words. Hallelujah. 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 Hallelujah.
Hallelujah, hallelujah, ദൈവത്തിന് hallelujah. അസാധ്യമായത് ഒന്നുമില്ലെന്ന് വിശ്വസിത്ര പ്രിയപ്പെട്ടവരുണ്ട്. How many of you believe that there is nothing impossible with our Lord? ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ കർത്താവിന് പ്രവൃത്തി ചെയ്യാൻ പറ്റും വിശ്വസിത്ര If God is taking you to an isolated place, God can still do. നീ പോകുന്നതെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഉണ്ടെന്നേ. Even if you are sent to an isolated place, God's work is ദൈവം there. പറയുന്നതിനെ അനുസരിക്കാൻ തയ്യാറുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. How many of you are willing to obey God's word? If you are willing to go, പോകാൻ തയ്യാറുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. How many of you are willing to go where God tells you to go? ചില വൻകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. God wants to do great things for you. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. Nothing impossible with the Lord. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. There's nothing impossible with the Lord. Hallelujah, hallelujah, hallelujah. Amen, 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 amen. Hallelujah, hallelujah, hallelujah. ദൈവത്തിന്റെ വാക്കിനനുസരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, if you are willing to obey his word, നീ ചെല്ലുന്നിടത്ത് നിനക്ക് വേണ്ടി നന്മ ഒരുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. and God will prepare something for you wherever you go. ഫിലിപ്പോസേ, നീ അങ്ങനെ ദൈവത്തിന്റെ വിളിക്ക് ഇറങ്ങിയതുകൊണ്ട് നിന്റെ മക്കളെ ഒന്നും അവൻ മറന്നു കളയത്തില്ല കേട്ടോ. No, Philip, God will not forsake your children. നിന്റെ തലമുറ കർത്താവിൽ പ്രശസ്തരായി മാറും. And your children will be famous in the Lord. If you are ready to obey his call, അവന്റെ വിളിക്ക് നീ പ്രതികരിക്കാൻ തയ്യാറുണ്ട്, അനുസരിക്കാൻ തയ്യാറുണ്ട്. If we respond to his call. രണ്ട് സന്ദേശങ്ങൾ കണക്ട് ചെയ്ത് ഇങ്ങനെ പറയുകയാണ് ഞാൻ. Let me connect the two messages together. പോകാനായി ദൈവത്തിന്റെ വിളി കേട്ട് പോകാൻ വില്ലിംഗ് ഉള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. Now, how many of you are willing to go listening to the word of God? ഫിലിപ്പോസ് കംഫർട്ട് സോണിലാണ്. Philip is now in a comfort zone. യെരുശലേം ഓർ ശമരിയയിൽ കംഫർട്ട് സോണിലാണ്. In Jerusalem or Samaria, it's a good place for him. എങ്കിലും ദൈവത്തിന്റെ വിളിയോട് താൻ പ്രതികരിച്ചു. But he responded to the call of the Lord in his ഭാഷയിൽ life. എടുത്തു പറഞ്ഞിരിക്കുന്ന പദമുണ്ട് അതിനകത്ത്, the desert road only. ആ മരുഭൂമിയിലുള്ള പാതയിലൂടെ തന്നെ നീ പോകണം. So God was given him command only to go through that desert road. മോനെ, നിനക്ക് വേണ്ടിയിട്ടുള്ള ആത്മാക്കൾ വരുന്ന വഴി ദൈവത്തിനറിയാം. Now God knows where you will find the souls. നീ ഏത് പട്ടണത്തിൽ പോകണമെന്ന് ദൈവത്തിനറിയാം. God knows in which city you should go. നീ എവിടെ താമസിക്കണം ദൈവത്തിനറിയാം. God knows where you should stay. വേറെ പല വഴികൾ ഉണ്ടായിരിക്കാം ഗസയിലേക്ക് പോകാൻ. Now there might be other ways to go to പക്ഷേ നീ Gaza. പോകേണ്ട വഴി ദൈവത്തിനറിയാം. But God knows the way you should go. എല്ലാ ഹൃദയങ്ങളും ദൈവ സ്തോത്രം പറഞ്ഞു, നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് അവിടെയാണെന്നേ. Hallelujah, that is where God is prepared for you. നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് അവിടെയാണെന്നേ. That is where God is prepared for you. ദൈവം നിന്നെ അവിടെ അയക്കുമെന്നേ. And God will send you there. ഇന്ന് പകൽ പരിശുദ്ധാത്മ വചനത്തോട് ഇടപെടുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമുണ്ട്. ചെറുതാകട്ടെ വലുതാകട്ടെ, എത്ര വലിയ കൂട്ടമാ ചെറിയ കൂട്ടമാകട്ടെ, ആളില്ലാത്തതാകട്ടെ ആളുള്ളതാകട്ടെ, എവിടെയാണെങ്കിലും ദൈവത്തിന്റെ ഗീതം വെളിപ്പെടാൻ കഴിയും. അവൻ അസാധ്യമാകുന്നില്ല. എല്ലാ കരമടിച്ച് ഇവത്തെ സുധീർ കരമടിച്ച് ഞാൻ പറയാതെ ആത്മാവിൽ കരമടിച്ച് വചനത്തിൽ പ്രതികരിച്ച് സ്തോത്രം ചെയ്താട്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടുകയാ. ഞാൻ വിശ്വസിക്കുന്നു വൻമരങ്ങളെ വീഴുവാൻ തക്കുന്ന പ്രവർത്തികൾ ഞങ്ങൾക്ക് വെളിപ്പെടുകയോ. ചെറുപാടുമോ അസാധ്യമായത് എനിക്കൊന്നുമില്ല. Thank you, Jesus. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കധീനമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കധീനമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവിൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവിൻ കൂടെ ഉള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കധീനമയ സമാധാനം എൻ്റെ ഉള്ളത്തിൽ
അവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തെ ശക്തിയായി ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തെ ശക്തിയായി ജയിക്കും ഞാൻ. ജയാളിയ നടത്തുന്നു ബുദ്ധിക്കതീനമ ശക്തി എന്റെ നിറച്ചെന്നെ. ജയാളിയ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഓ ബുദ്ധിക്കതീനമ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീനമ ഭുതങ്ങള എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. 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 സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ വാക്കിൽ വിശ്വസിക്കുന്നു കർത്താവേ. ഇന്ന് പകലും ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി, വചനത്തിന്റെ സമൃദ്ധിയോടെ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്തദാസന്മാർ ഇന്ന് പകൽ ഉപയോഗിച്ച് നന്ദി പറയുന്നു. ഞങ്ങൾ അല്പസമയുടെ പാദപീഠത്തിലിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. ഈ ലൈവിലൂടെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. മുൻപിൽ എന്താണെന്നറിയാതെ, ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കാൻ കഴിയാതെ നിരാശപ്പെട്ടവർ, ഫിലിപ്പോസിനെ പോലെ ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറായി ദൈവ പ്രവൃത്തി കാണുവാൻ ആ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഈ ആലയത്തിൽ വന്ന വചനം കേട്ട പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങൾ സമൃദ്ധിയോടെ പറഞ്ഞയക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. This is time for testimony. First of all kids come forward. They will share their testimony.